നമസ്കാരം. MA സൈക്കോളജി ഫസ്റ്റ് ഇയർ അല്ലേ നിങ്ങൾ? അപ്പോൾ ഇന്റലിജൻസ് മെഷർമെന്റിനെ കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. തീർച്ചയായും. നിങ്ങളുടെ യൂണിറ്റ് 3 ഉണ്ടല്ലോ, അതിലെ വിവരങ്ങൾ വെച്ചിട്ട് നമുക്കിന്ന് പ്രധാനപ്പെട്ട ചില ഇന്റലിജൻസ് ടെസ്റ്റുകളിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കിയാലോ? നല്ല ഐഡിയ. സ്റ്റാൻഫോർഡ് ബിനെറ്റ്, വെക്സ്ലർ, പിന്നെ കോഫ്മാൻ സ്കെയിലുകൾ, ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം, എന്തൊക്കെയാണ് അളക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ശരിയാണ്. ഈ ടെസ്റ്റുകൾക്ക് സൈക്കോമെട്രിക്സിൽ വലിയ സ്ഥാനമുണ്ട് ശരിക്കും. ഓരോന്നിനും അതിൻ്റേതായ ഒരു ഹിസ്റ്ററിയുണ്ട്, ഒരു തിയറിയുണ്ട്, സ്ട്രക്ചറുണ്ട്. അതെ. ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഇതറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ സ്റ്റാൻഫോർഡ് ബിനെറ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ? തുടങ്ങാം. സ്റ്റാൻഫോർഡ് ബിനെറ്റ്. ഇതിന്റെ തുടക്കം ശരിക്കും ബിനയിൽ നിന്നാണെങ്കിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ടർമൻ അല്ലേ ഇതിനെ ഒന്ന് പരിഷ്കരിച്ചത്? അതെ, ടർമൻ. എന്നിട്ട് കുറേ കാലം അത് ഉപയോഗത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ 5ാം പതിപ്പ് SB5 ആണ് കൂടുതൽ ഉപയോഗിക്കുന്നതല്ലേ? അതെ, SB5 ലേറ്റസ്റ്റ് അതാണ്. എന്താണ് ഈ SB5ന്റെ ഒരു പ്രത്യേകത? SB5 ബേസ് ചെയ്തിരിക്കുന്നത് കാറ്റൽ ഹോൺ കാരോൾ, അതായത് CHC കോഗ്നിറ്റീവ് തിയറിയാണ്. CHC തിയറി. ഈ തിയറി അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധി എന്നതൊരൊറ്റ കാര്യമല്ല, പലതരം കഴിവുകൾ ചേർന്നതാണ്. അതുകൊണ്ട് SB5 5 പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് അളക്കുന്നുണ്ട്. 5 ഫാക്ടേഴ്സോ? ഏതൊക്കെയാണത്? ഫ്ലൂയിഡ് റീസണിംഗ്, പിന്നെ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ്, പിന്നെ വർക്കിംഗ് മെമ്മറി. ഓക്കെ. ഇത് വേർബലായും നോൺ വേർബലായും അളക്കും. ഏകദേശം 10 സബ് ടെസ്റ്റുകൾ ഇതിലുണ്ട്. അപ്പോ CHC മോഡൽ ബുദ്ധിയെ പലതലത്തിൽ കാണുന്നു. കൊള്ളാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട സ്കെയിലുകൾ, വെക്സ്ലറുടെ സ്കെയിലുകൾ അല്ലേ? അതെ, വെക്സ്ലർ. വൈസ്, വിസ്ക്, WPPSI. പല പ്രായക്കാർക്കായിട്ട്, മുതിർന്നവർക്കുള്ള വൈസ് 4 ആണ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ഒരു ഫോക്കസ്? വെക്സ്ലർ എങ്ങനെയാണ് ഇന്റലിജൻസിനെ കണ്ടത്? വെക്സ്ലർ ബുദ്ധിയെ ഒരേ സമയം ഒരു ഗ്ലോബൽ കപ്പാസിറ്റി ആയിട്ടും എന്നാൽ പല സ്പെസിഫിക് എബിലിറ്റികളുടെ ഒരു കൂട്ടായ്മയായും കണ്ടു. എന്നാ പറയാ, അന്ന് നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഫോർഡ് ബിനെറ്റ് മുതിർന്നവർക്കത്ര പോരാ എന്ന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹം സ്വയമായിട്ട് തുടങ്ങിയത്. ഓഹോ. വൈസ് 4 പ്രധാനമായും 4 ഇൻഡെക്സുകളാണ് തരുന്നത്. വെർബൽ കോംപ്രിഹെൻഷൻ ഇൻഡെക്സ്, VCI, ഭാഷാപരമായ കഴിവുകൾക്ക്. അതെ. പിന്നെ പെർസെപ്ച്വൽ റീസണിംഗ് ഇൻഡെക്സ്, PRI, ഇത് വിഷ്വൽ ലോജിക്കൽ സ്കിൽസ് നോക്കാനാണ്. ഓക്കെ. പിന്നെ വർക്കിംഗ് മെമ്മറി ഇൻഡെക്സ്, WMI, ഓർമ്മയും ശ്രദ്ധയും. അവസാനമായിട്ട് പ്രോസസ്സിംഗ് സ്പീഡ് ഇൻഡെക്സ്, PSI, വിവരങ്ങൾ എത്ര വേഗത്തിൽ പ്രോസസ്സ് ചെയ്യുന്നു എന്നറിയാൻ അല്ലേ? അതെ, എത്ര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നോക്കാൻ. ഇതിനകത്തുള്ള സബ് ടെസ്റ്റുകൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് തോന്നുന്നുണ്ട്. PRIയിലെ ബ്ലോക്ക് ഡിസൈൻ, ആ കട്ടയെടുക്കുന്നത്. ബ്ലോക്ക് ഡിസൈൻ. പിന്നെ PSIയിലെ കോഡിംഗ്, സിംബൽസിന് നമ്പർ കൊടുക്കുന്നത്. ശരിയാണ്, അതൊക്കെ വളരെ കോമണായി ഉപയോഗിക്കുന്നതാണ്. വെക്സ്ലർ സ്കെയിലിന്റെ ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ ഈ ഡീവിയേഷൻ IQ ആണ്. അതെന്താണ് സംഭവം? അത് ശരിക്കും ഒരു പ്രധാന മാറ്റമായിരുന്നു. മുമ്പത്തെ രീതി റേഷ്യോ IQ ആയിരുന്നു. ഡീവിയേഷൻ IQ ഒരു വ്യക്തിയുടെ സ്കോർ അയാളുടെ അതേ പ്രായത്തിലുള്ളവരുടെ ആവറേജ് സ്കോറുമായി കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ. ആവറേജ് 100 ആയിട്ട് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് എത്ര മുകളിലാണ് അല്ലെങ്കിൽ താഴെയാണ് എന്ന് നോക്കും. അപ്പൊ പ്രായത്തിനനുസരിച്ചുള്ള താരതമ്യം കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആയി. മനസ്സിലായി. അപ്പോൾ ഒരേ പ്രായത്തിലുള്ളവരുമായിട്ട് ഒരു സ്റ്റാൻഡിംഗ് എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതെ. ശരി. ഇനി നമുക്ക് അവസാനമായി കോഫ്മാൻ സ്കെയിലുകളിലേക്ക് വരാം. പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള KABC, കോഫ്മാൻ അസസ്മെന്റ് ബാറ്ററി ഫോർ ചിൽഡ്രൻ. അതിന്റെ പുതിയ വെർഷൻ KABC2 എങ്ങനെയാണ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? KABC2ക്ക് ഒരു ഡബിൾ തിയറിറ്റിക്കൽ ബേസ് ഉണ്ട്. ഒന്ന് ലൂറിയന്റെ ന്യൂറോ സൈക്കോളജിക്കൽ മോഡൽ. ലൂറിയൻ മോഡൽ. അത് ബ്രെയിൻ ഫംഗ്ഷനിങ്ങിനെ ബേസ് ചെയ്തുള്ളതാണ്. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ CHC തിയറി. ഓക്കെ, CHCയും. ഇതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക്, അതായത് എക്സാമിനർക്ക്, ഏത് മോഡൽ അനുസരിച്ചുള്ള സ്കോർ വേണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാം. അതെങ്ങനെ? 2 തരം സ്കോർ കിട്ടുമോ? കിട്ടും. ലൂറിയ മോഡൽ ബേസ് ചെയ്തുള്ള മെന്റൽ പ്രോസസ്സിംഗ് ഇൻഡെക്സ്, MPI, അല്ലെങ്കിൽ CHC മോഡൽ ബേസ് ചെയ്തുള്ള ഫ്ലൂയിഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻഡെക്സ്, FCI. എന്തിനാണ് ഇങ്ങനൊരു ഓപ്ഷൻ? MPIയിൽ അറിവളക്കുന്ന ടെസ്റ്റുകൾ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സൈമിൾട്ടേനിയസ് പ്രോസസ്സിംഗ്, പല ഭാഗങ്ങൾ ചേർത്ത് ഒന്നാക്കുന്നത്.
എന്ത് പഠിച്ചു എന്നതിനേക്കാൾ പ്രോസസ്സിങ്ങിനാണ് പ്രാധാന്യം. അതിന്റെ ഗുണമെന്തായിരിക്കും? ചിലപ്പോൾ ഭാഷാപരമായോ അല്ലെങ്കിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടോ അറിവ് കുറവുള്ള കുട്ടികളുണ്ടാവാം. ശരിയാണ്. അവരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ അറിവ് കുറവായതുകൊണ്ട് മാത്രം സ്കോർ കുറയാതിരിക്കാൻ ഇത് സഹായിക്കും. അവരുടെ ശരിക്കുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് എബിലിറ്റി മനസ്സിലാക്കാൻ MPI നല്ലതാണ്. അതേസമയം FCI ആവട്ടെ CHC മോഡൽ പോലെ തന്നെ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തും. വളരെ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട 3 ഇന്റലിജൻസ് ടെസ്റ്റിംഗ് സിസ്റ്റംസ് നോക്കി: സ്റ്റാൻഫോർഡ് ബിനെറ്റ്, വെക്സ്ലർ, കോഫ്മാൻ. ഓരോന്നിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളും സ്ട്രക്ചറും തിയററ്റിക്കൽ ബേസുമുണ്ട്. അതെ. അപ്പോൾ നിങ്ങൾ MA സൈക്കോളജി വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഈ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും പിന്നെ ഏത് സാഹചര്യത്തിൽ ഏത് ടെസ്റ്റ് ഉപയോഗിക്കണം എന്നറിയുന്നതും നിങ്ങളുടെ പ്രാക്ടീസിൽ വളരെ ഹെൽപ്ഫുൾ ആവും. തീർച്ചയായും. ഈ ടെസ്റ്റുകളൊക്കെ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറിയിട്ടുണ്ട്, ഇനിയും മാറും. പക്ഷേ ഇവയുടെ ലിമിറ്റേഷൻസിനെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. ശരിയാണ്. ഉദാഹരണത്തിന്, ഈ ടെസ്റ്റുകൾ ശരിക്കും ബുദ്ധിയുടെ എല്ലാ ഭാഗങ്ങളെയും അളക്കുന്നുണ്ടോ, അതോ ചില പ്രത്യേക കഴിവുകൾ മാത്രമാണോ? നല്ല ചോദ്യമാണ്. അതുപോലെ വേറെ കൾച്ചറിൽ നിന്നുള്ള ഒരാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റുകൾ എത്രത്തോളം ഫെയർ ആണ്? ഇതൊക്കെ നിങ്ങൾ തുടർന്ന് ചിന്തിക്കേണ്ട, റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത തവണ കാണാം.